വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. ഐക്കയുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അവിടുന്ന് ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു, ഒരു ബേസിക് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതെന്റെ ഈനക്കൂട്ടനായിരുന്നു ഗൈസ്. എനിവേസ്, അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അവിടുന്ന് നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ബൈ ഗോഡ്സ് ഗ്രേസ് അത് നടക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാങ്കറ്റ് മേടിച്ചൊരു ഫ്ലീറ്റ് ബ്ലാങ്കറ്റ് ആണ്. ഇതിന് പ്രൈസിങ് ഞാനൊന്നും പറയുന്നില്ല. സോ ഈ ഒരു ബ്ലാങ്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്ലൈറ്റിലും പിന്നെ അവിടെ ചെന്നിട്ട് ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും തണുപ്പോ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാങ്കറ്റ്. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോ ബാറ്ററി അല്ല റെക്കോർഡ് ആവും. ലോ ബാറ്ററിയുടെ പോസ് ചെയ്യാതെ. ഓക്കെ, പിന്നെ ഞാൻ വാങ്ങിച്ച വേറൊരു എസെൻഷ്യൽ സാധനമാണ് ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സ്. അത് പല സൈസസിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ ക്യാരറ്റ്, വെജിറ്റബിൾസ്, ലീവ്സ് അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ്. ഇത് ലാവൻഡർ ഒരു പൗച്ചിൽ പാക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ബാഗ്, നമ്മൾ ടിഫിൻ ബോക്സ് ഒക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ചിലപ്പം ഒരു ഫൗൾ സ്മെല്ല് ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ ഒരു ബാഗ് ഓപ്പൺ ചെയ്തിടുവാണെങ്കിൽ നല്ല അടിപൊളി സ്മെൽ, ലാവൻഡർ സ്മെല്ലായിരിക്കും നമ്മുടെ ബാഗിന്. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ട്രാവൽ ബാഗ്. പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ടിഫിൻ ബോക്സിന്റെ വീഡിയോ. നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുത്തിടാൻ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സ് ആണ്. ഇത് നല്ലൊരു ഉപയോഗമാണ്. ഇതിലെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഗൈസ്. അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇതിന്റെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇനിക്കൂട്ടാനും ഒരെണ്ണം ആൺകുട്ടിക്കുന്ന. അപ്പൊ 2 ടിഫിൻ ബോക്സ് ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സ് ഞാൻ കുറെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇതുകൊണ്ട് ഞങ്ങളുടെ ഫ്രിഡ്ജ് വൃത്തിയായിട്ട് വെക്കുമെന്ന് ഒരാളെങ്കിൽ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിന്റെ ടൂർ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് ജിഷാമ്മ മേടിച്ചതാണ്. ക്യാൻഡിൽസ് നാട്ടിൽ കൊണ്ടുപോകാനായിട്ട്. ഇതിത്ര 3 റിയാൽസ് എങ്ങാണ്ടേ ഉള്ളൂ. നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടത് എനിക്ക് വേറൊരു ഫ്ലേവർ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ബാക്കി കാണിക്കട്ടെ. ഓക്കെ, നമുക്ക് ഈ ഉള്ളിയൊക്കെ വറക്കാനായിട്ട് എന്തുമാത്രം എണ്ണയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ഈ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓണിയൻ വറുത്തിട്ട് നമ്മുടെ എണ്ണയും കളയണ്ട, ഒത്തിരി എക്സസ് ആയിട്ട് എണ്ണയും നമുക്ക് ഇതിൽ വലിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഫ്രൈഡ് ഓണിയൻസ് ആണ്. അപ്പൊ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിന്റെ ഒരു ബോട്ടിൽ മേടിച്ചാൽ ഒരു ബിരിയാണിയിൽ സുഖമായിട്ട് വിൽക്കും. അപ്പം 2 ഓണിയൻ ഫ്രൈ ചെയ്തതും മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഫ്രിഡ്ജ് ഓർഗനൈസറിനകത്ത് വിത്ത് ലിഡാ വരുന്നത് കേട്ടോ. അപ്പം അതൊന്നും പുറത്തോട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ജസ്റ്റ് അതൊന്ന് മാറ്റിയിട്ട് നമ്മുടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈനുക്കുട്ടന് കിടക്കാനായിട്ട് നല്ലൊരു ഫ്ലോറൽ തീമിലുള്ള ഒരു പില്ലോ മേടിച്ചിട്ടുണ്ട്. ഭയങ്കര കുഷിയായിരുന്നു. നല്ലൊരു കുഷി. തല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനായിട്ട് തോന്നും. അതുപോലത്തെ ഒരു പില്ലോസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ വീഡിയോ ഹൈക്ക് കണ്ടവർക്ക് അറിയാലോ. ആനക്കുട്ടി, ഇനുവിന് ഫേവറേറ്റ് ആനിമൽ ആണ് ആന. അപ്പം ഒരു ആനയെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇത്. നമ്മുടെ കർട്ടനാ. അപ്പം കേർട്ടൻസിന്റെ പല ഇതുണ്ട്. ഇവിടെ എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളത് ഭയങ്കര സീത്രൂ കേർട്ടൻ ആണ്. അപ്പം ഇപ്പോഴത്തെ ഒരു ചൂടിൽ നമുക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്താ ചെയ്തേ വെച്ചാൽ നമുക്ക് എങ്ങനെ അറിയാം ഇത് സീത്രൂ ആണോ അല്ലയോ എന്ന്. ബ്ലാക്ക് ഔട്ട് ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇവിടെ ആയിരിക്കും ടിക്ക് മാർക്ക് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ അർത്ഥം ഇത് ബ്ലാക്ക് ഔട്ട് കേർട്ടൻ ആണ്. അപ്പം എനിക്ക് റൂമിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു തുള്ളി ലൈറ്റ് പോലും ഉള്ളിലോട്ട് അടിക്കത്തില്ല. അപ്പം ഒരു ബ്ലാക്ക് ഔട്ട് കേർട്ടൻ മേടിച്ചിട്ടുണ്ട്. ഇത് അറൌണ്ട് 200 സംതിങ് റിയാലായി കേട്ടോ. പിന്നെ നമ്മുടെ പാൻറ്റീസ്, ബ്രാ അതൊക്കെ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഈ നമ്മുടെ ക്ലിപ്പുള്ള ടൈപ്പുള്ള ഒരു ഹാങ്കർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. മുകളിൽ നമ്മൾ ഉണക്കാനായിട്ട്, തുണി ഉണക്കാൻ വേണ്ടി ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ ആ ഫ്രാഗ്രൻസ് ഉള്ള ആ ക്യാൻഡിൽസ് ഇല്ലേ, ഇതാണ്. ഭയങ്കര അഫോർഡബിൾ ആണ്. 19 റിയാലേ ഉള്ളൂ ഒരു ക്യാൻഡിലിന്. ഇതിന്റെ മണം എന്ന് പറഞ്ഞുണ്ടല്ലോ, എനിക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. 45 hours ലാസ്റ്റ് ചെയ്യുന്ന ക്യാൻഡിലാണ്. കിട്ടു സ്മെല്ലാണ്. നിങ്ങൾ എങ്ങാനും ഐക്കിയെ പോവുകയാണെങ്കിൽ ട്രൈ ഗെറ്റിംഗ് ദം. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് 19 റിയാൽ. ഗോ ഗെറ്റ് ഇറ്റ്. വളരെ ഐക്ക് പോകുന്ന ആൾക്കാർ ഒരു സംശയവും കൂടാണ്ട് എടുക്കേണ്ട സാധനമാണ് ഇത്. ദിസ് ഇസ് സിപ്ലോക്ക് ബാഗ്.
സിപ്ലോക്ക് ബാഗ് നിങ്ങൾക്ക് പല സൈസസിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ ഇതാണ് എടുക്കുന്ന സാൻഡ്വിച്ച് ബാഗ്സ്. ഇതിൽ ആക്ച്വലി ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സാൻഡ്വിച്ച് കൊണ്ടുപോകാനോ ഒന്നും വേണ്ട, നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള ക്ലിപ്പ് ഇടാനോ അതിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. മെഡിസിൻസ് ക്യാരി ചെയ്യാനോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 റിയാലെങ്ങാണ്ടേ ഉള്ളൂ ഇതിന്റെ വില ഒരു ബോക്സിന്. അപ്പൊ ഇതിന്റെ ഓൾമോസ്റ്റ് 3 or 4 ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത് വളരെ എസെൻഷ്യൽ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മേടിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ സിപ്ലോക്ക് ബാഗ്. ആൻഡ് ദ ഫൈനൽ പ്രൊഡക്റ്റ്, അവിടെ സാധനങ്ങളെല്ലാം ഗുഡ്സ് മാത്രമല്ല, ഇത് ചായയുടെ സൗണ്ട് ആട്ടോ ബാക്കിങ് ആയിട്ട്. അപ്പൊ അവിടെ അത് മാത്രമല്ല ഉള്ളത്, ഇവൻ നമുക്ക് ഫുഡ് ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. മെയിൻലി നമ്മൾ അവിടെ പോയാൽ വാങ്ങിക്കാറുള്ളത് ഒന്നെങ്കിൽ ഫ്രോസൺ അവരുടെ മീറ്റ് ബോൾസ് ഉണ്ട്, അത് നല്ല നല്ല ടേസ്റ്റിയാണ്. ജാംസ് ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ ചിപ്സ്, ചോക്ലേറ്റ്സ്, അങ്ങനത്തെ ഐറ്റംസും ഐക്കയിലുണ്ട്. അവിടുത്തെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് OLW ചിപ്സ്. ഓണിയൻ ഫ്ലേവേർഡ് ആണ്, ഓണിയൻ ആൻഡ് ചീസ് ഫ്ലേവേർഡ് ആണ് ഈ ചിപ്സ്. കിടുവാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ച് നോക്കാം. ഇറ്റ്സ് ലിറ്റിൽ ഓൺ ദ എക്സ്പെൻസീവ് സൈഡ്, കാരണം ഈ ബാഗ് വളരെ എയറാ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓൺ ദ എക്സ്പെൻസീവ് സൈഡ്. ഐ ഫീൽ ലൈക്ക് 15 റിയാലാണ് ഒരു ബാഗിന്റെ വില. ബട്ട് യാ, ഇഫ് യു ലൈക്ക് ദ ടേസ്റ്റ് യു ക്യാൻ ഷുവർലി ഗോ ആൻഡ് ഗെറ്റ് യുവർ ചിപ്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഹോള്. ആക്ച്വലി ഇത് ഓൾമോസ്റ്റ് അറൌണ്ട് ഒരു 400 റിയാൽ വർത്ത് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇഫ് യു ലൈക്ക് മൈ ചാനൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്താ അടുത്തു ഒരു ഫോട്ടോ എടുത്തിട്ട് അജയ് ചേട്ടൻ ഒരു ഫോട്ടോ എടുക്കണേ. So if you like my channel, do like, share and subscribe to my channel. Keep you posted in the next video. Take care. Bye bye.